നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ്. ചക്രവർത്തിയോടായാലും ആരോടായാലും ശരി, സത്യം തുറന്നു പറയുക എന്നുള്ളത് തെനാലിരാമൻ്റെ ഒരു കഴിവാണ്. അതിനുള്ള ധൈര്യം രാമനുണ്ടായിരുന്നു. ആ ധൈര്യം ചക്രവർത്തിയുടെ സേവകന്മാരിൽ ആർക്കുമില്ല. അവരെപ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തി പറയും. ചക്രവർത്തി എന്ത് തെറ്റ് ചെയ്തോട്ടെ, അത് ശരിയാണെന്നായിരിക്കും സേവകന്മാരുടെ ഭാവം. എന്നാൽ തെനാലിരാമൻ അങ്ങനെയല്ല. ചക്രവർത്തിയായാലും ശരി, അത് മുഖത്ത് നോക്കി സത്യം മാത്രമേ തെനാലിരാമൻ പറയുകയുള്ളൂ. ഒരിക്കൽ ചക്രവർത്തി ഒരു ജലസംഭരണി നിർമ്മിക്കുവാൻ ഉത്തരവ് നൽകി. പണി തീർന്നപ്പോഴോ നല്ല ഭംഗിയായിരുന്നു ജലസംഭരണിക്ക്. അതിനിർമ്മലമായ ജലം കെട്ടിനിന്നു. ചക്രവർത്തി അന്തോവാസികളെ വിളിച്ചു വരുത്തി. ആദ്യമായി അവർ ആ കാഴ്ച ആസ്വദിച്ചു. അവരുടെ കൂട്ടത്തിൽ തെനാലിരാമനും ഉണ്ടായിരുന്നു. എല്ലാവരോടുമായി ചക്രവർത്തി ഒരു ചോദ്യം ചോദിച്ചു. ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തങ്ങളുടെ ഉത്തരം ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടണം. അതായിരുന്നു അന്തോവാസികളിൽ ഓരോരുത്തരുടെയും വിചാരം. ഒരുപക്ഷെ ചക്രവർത്തിക്ക് ഉത്തരം രസിച്ചില്ല എന്നിരിക്കട്ടെ, അത് തങ്ങൾക്ക് ദൂഷ്യമാവില്ലേ? ദൂഷ്യമാണ്, ഇത് ആര് കണ്ടു? ഈ ചിന്തയാണ് ഓരോ അന്തോവാസിയുടെയും മനസ്സിൽ. പക്ഷേ തെനാലിരാമൻ്റെ മനസ്സിൽ മാത്രം ആ ചിന്തയില്ല. ജലസംഭരണിയിലെ ജലത്തെ നിർമ്മലമായ ഒരു സുന്ദരിയോട് ഉപമിക്കാം. ഒരുത്തൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ജലം സ്ഫടികത്തേക്കാൾ മനോഹരമാണ് എന്നാണ് മറ്റൊരുത്തൻ അറിയിച്ചു. ഒരു യോഗിയുടെ മനസ്സുപോലെ ശാന്തമാണ് ജലം. ആ ഉപമ യോജിക്കും, വേറൊരുത്തൻ പറഞ്ഞു. അവസാനം തെനാലിരാമൻ്റെ ഊഴമായി. രാമ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ചക്രവർത്തി തിരുമനസ് ചോദിച്ചു. ഉണ്ട് തിരുമേനി, ജലസംഭരണിയിലെ ജലം എനിക്ക് ജലമായി തോന്നുന്നു എന്ന് തെനാലിരാമൻ പറഞ്ഞു. പിന്നീട് ജലത്തെപ്പറ്റിയുള്ള ചർച്ചയെ അവിടെ ഉണ്ടായില്ല. ഇത് തെനാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.